ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ. വേടൻ സ്വാധീന ശക്തിയുള്ളയാളാണെന്നും കൂടുതൽ പരാതി വേടനെതിരെ ഉയർന്നിട്ടുണ്ട് എന്നും പരാതിക്കാരി അറിയിച്ചു. പരാതി കരിയർ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് വേടൻ വാദിച്ചു. കേസ് നാളെ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണ്. എന്താണ് അതിൽ പരാതിക്കാരി ഇപ്പോൾ പറയുന്നത്? കോടതി അതിനെ എങ്ങനെയാകും സ്വീകരിക്കുക? തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കോടതി തേടുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് പരാതിക്കാരി ഹർജിയിൽ കക്ഷി ചേരണം എന്നൊരു അപേക്ഷ നൽകിയത്. അത് കോടതി ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. കക്ഷി ചേരാനുള്ള അപേക്ഷ അനുവദിക്കുകയും ഹർജിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ വാദം കേൾക്കുകയും ചെയ്തു. പരാതിക്കാരി ഇന്ന് അറിയിച്ചത് 2 കേസുകൾ കൂടി വേടനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാടാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഹാജരാക്കാറുണ്ട് എന്ന് പരാതിക്കാരി വ്യക്തമാക്കി. ഈ ഒരു സാഹചര്യത്തിൽ നാളെ ഹർജി പരിഗണിക്കാം എന്ന് കോടതി പറയുകയായിരുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വേടൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. തൻ്റെ കരിയർ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ്. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ യുവതി പറയുന്നത്. കോഴിക്കോട് അതോടൊപ്പം തന്നെ എറണാകുളത്തെ ഹോട്ടലിൽ വെച്ചും തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് യുവതി പരാതിപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരാതി ആരോപണം മാത്രമാണ്. അത്തരം ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ വേടൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൽ കൃത്യമായൊരു നിലപാട് കോടതി നാളെ വ്യക്തമാക്കും. പരാതിക്കാരിക്ക് കൂടുതൽ രേഖകളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാനുള്ള സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. ശരി ഷബ്ന, ബലാത്സംഗ കേസിലാണ് റാപ്പർ വേടന് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചിരിക്കുന്നത്.